അങ്ങനെ അബ്ദുൽ റഹീം ജയിൽ മോചിതനാകാൻ പോവുകയാണ്. കഴിഞ്ഞ 18 വർഷമായി 10 മാസം ചുമന്നു പെറ്റ ഒരു ഉമ്മയുടെ കണ്ണുനീരിന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കുന്നു. അബ്ദുൽ റഹീമിന് വേണ്ടി കേരളക്കര ഒന്നാകെ ഒന്നിച്ചു നിന്നപ്പോൾ അതിൽ പോലും ജില്ല തിരിച്ച് പിരിഞ്ഞു കിട്ടിയ കാശിന് കണക്കെടുപ്പ് നടത്തിയ മറുനാടൻ മലയാളി എന്ന വിഷപ്പാമ്പ് ഈ ഒരു ഉദ്യമത്തിന് എന്ത് ഉദ്ദേശത്തോടെ ആണെങ്കിലും മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനെ പോലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അങ്ങേയറ്റം നിഷിദ്ധമായി വിമർശിച്ചു. ഒരു ആൾക്ക് പോലും 10 പൈസയുടെ ഉപകാരമില്ലാത്ത ഒരു മനുഷ്യൻ യൂട്യൂബിൽ ഇരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുന്ന മറുനാടൻ എന്ന സംഘികളെയും കടത്തിവെട്ടുന്ന വർഗീയവാദി ഇനി വാത്തുറക്കുന്നത് ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയായിരിക്കും. കഴിഞ്ഞ 2 വർഷമായി അവരോട് ഇല്ലാത്ത സഹതാപവും അനുകമ്പയും ഒക്കെ ഇപ്പോൾ പുതുതായി സംഘികൾക്ക് പൊട്ടിമുളച്ചിട്ടുണ്ട്. അതിന് കാരണം 34 കോടി പിരിച്ച് മുസ്ലിമായ അതും സൗദിയിൽ നിന്ന് അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ കേരളം ഒന്നടങ്കം കൈകോർത്തതിലുള്ള അസൂയയല്ലാതെ മറ്റൊന്നുമല്ല. അതെ, തൻ്റെ ഒരു സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരനോ വന്ന ആപത്ത് ഓർത്ത് മനസ്സ് വേദനിച്ചിട്ടല്ല അവർ അതിനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും മുറവിളി കൂട്ടുന്നതും. ഇതിനെ ഇനി സോഷ്യൽ മീഡിയകളിലൂടെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുക സാജൻ സക്കറിയ ആയിരിക്കും. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒന്നിക്കാൻ നമുക്ക് തയ്യാറാകാം, പണം പിരിച്ചെടുക്കാം. പക്ഷേ അവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. റഹീമിന്റെ കഥ നമുക്ക് വിശ്വാസയോഗ്യമായിരുന്നു. സുഖമില്ലാത്ത ഒരു കുട്ടി, കഴുത്തിൽ ട്രക്യോസ്റ്റമി ട്യൂബിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന ചെറിയ ഒരു ശ്രദ്ധക്കുറവ് പോലും മരണത്തിന് ഇടയാക്കിയേക്കാവുന്ന അവസ്ഥയിലുള്ള ഒരു ബാലൻ. കാറിനുള്ളിലെ പിടിവലിക്കിടയിലോ പ്രതിരോധത്തിനിടയിലോ നമുക്കാണെങ്കിലും അത് സംഭവിച്ചു പോയേക്കാം. അതേ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ബെക്സ് കൃഷ്ണനും. പൊതുവെ വളരെ നോട്ടിയായ അഗ്രസീവായ നേച്ചർ ഉള്ളവരാണ് അറബി കുട്ടികൾ. അവർ പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള മലയാളികളായ പ്രവാസികളെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പലതും കാണിക്കാറുണ്ട്. റഹീമിന് സംഭവിച്ചതുപോലെ തന്നെ ബെക്സ് കൃഷ്ണനും അബദ്ധത്തിൽ ഒരു സുഡാനി പയ്യനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2012 നടന്ന ആ സംഭവത്തെ തുടർന്ന് ജയിലിൽ ആയ ബെക്സ് കൃഷ്ണന് മോചിതനാവാൻ വേണ്ടിയിരുന്നത് 1 കോടി ഇന്ത്യൻ രൂപയായിരുന്നു. നാട്ടിലുള്ളതും വിറ്റുപറക്കിയും കേസ് നടത്തിയിട്ടും എങ്ങും എത്താതെ ആയപ്പോൾ അയാൾക്ക് രക്ഷകനായത് കേരളത്തിന്റെ സ്വന്തം യൂസഫ് അലി. 500,000 ദിർഹം ബ്ലഡ് മണി പേ ചെയ്ത് കൃഷ്ണനെ ജയിൽ മോചിതനാക്കി നാട്ടിലേക്ക് യൂസഫ് അലി എത്തിച്ചത് മതം നോക്കിയായിരുന്നില്ല. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരും മതം നോക്കാതെ തന്നെയാണ് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയതും സ്വന്തം 1 കോടി രൂപ നിക്ഷേപിച്ചതും. രണ്ടുപേരുടെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, എങ്കിലും ഇരുവരും ഓരോ ജീവൻ രക്ഷപ്പെടാൻ കാരണമായി. പക്ഷേ ഇപ്പോൾ സംഘികൾ മുറവിളി കൂട്ടുന്നത് റഹീമിനെ രക്ഷിക്കാൻ കാണിച്ച മനസ്സ് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇല്ലാത്തത് എന്നാണ്. റഹീമിനെ രക്ഷിച്ചാൽ കിട്ടുന്ന വ്യക്തിപരമായ നേട്ടങ്ങളൊന്നും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയാണ് ബോബി അടക്കമുള്ളവർ അതിന് താല്പര്യം കൊടുക്കാത്തതെന്നും അവർ വിമർശിക്കുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കളിച്ച സംഘികളുടെ ഈ നാറിയ കളിയിൽ പല സഹോദരന്മാരും വീണു പോകുന്നുണ്ട്. പക്ഷേ അവർ നിമിഷപ്രിയയെക്കുറിച്ചും അവരുടെ കേസ് എന്താണെന്നും അറിയേണ്ടതുണ്ട്. റഹീമിനെ പോലെ തന്നെ നിമിഷപ്രിയയും നമ്മുടെ നാട്ടുകാരിയാണ്, ഒരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ജീവിക്കാൻ വേണ്ടി അന്യരാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പോയവളാണ്. പക്ഷേ ഏതൊരു സംഭവത്തിനും 2 വശങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഒരു വശം മാത്രം കേട്ടായിരിക്കും നമ്മൾ പല അഭിപ്രായങ്ങളും പറയുന്നത്. അവിടെയാണ് ശരിക്ക് നമ്മൾ സ്വയം തിരുത്തപ്പെടേണ്ടത്. 2 വശങ്ങളും കേട്ട് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം എപ്പോഴും നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആ 2 വശങ്ങളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. നിമിഷപ്രിയയും കുടുംബവും പറഞ്ഞ വശം. 2008 വലിയ പ്രതീക്ഷകളുമായിട്ടാണ് നിമിഷപ്രിയ യമനിലേക്ക് വിമാനം കയറുന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു നിമിഷപ്രിയ. നാട്ടിലെ പള്ളിയുടെ സഹായത്തോടെ പഠനം പൂർത്തിയാക്കുകയും നഴ്സിംഗിൽ ഡിപ്ലോമ എടുക്കുകയും ചെയ്തു. പക്ഷേ കേരളത്തിൽ നഴ്സിംഗ് ജോലി ചെയ്യാൻ അവർക്ക് സാധ്യമായിരുന്നില്ല. കാരണം ഡിപ്ലോമ ചെയ്യുന്നതിന് മുമ്പ് SSLC അവർ പാസ്സായിരുന്നില്ല. പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു യമനിലെ ജോലി. 2011 കുടുംബം കണ്ടെത്തിയ ടോണി തോമസിനെ വിവാഹം കഴിക്കാൻ നാട്ടിലെത്തിയ നിമിഷപ്രിയ ടോമിയെയും കുട്ടി തിരിച്ച് യമനിലേക്ക് തന്നെ പോയി. അവിടെ ഒരു ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റായി ഒരു ജോലി കണ്ടെത്തിയ ടോമിക്ക് പക്ഷേ സാലറി വളരെ കുറവായിരുന്നു. 2012 ഡിസംബറിൽ കുഞ്ഞ് ജനിച്ചതോടെ അവിടെ പിടിച്ചു നിൽക്കുക അസാധ്യമായതോടെ 2014 തോമസ് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് നാട്ടിൽ കൊച്ചിയിലേക്ക് തന്നെ പോരുകയും അവിടെ നാട്ടിൽ ഒരു ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുകയും ചെയ്തു. യമനിലെ കുറഞ്ഞ സാലറിയിലുള്ള ജോബ് ഉപേക്ഷിച്ച് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ നിമിഷപ്രിയ തീരുമാനിക്കുന്നത് 2014 യമനിലെ നിയമപ്രകാരം അത്തരത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നതിന് ഒരു ലോക്കൽ പാർട്ട്ണർ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധം ആയിരുന്നു. ആ സാഹചര്യത്തിലാണ് തലാൽ മഹദി എന്ന യമൻ പൗരൻ നിമിഷയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിമിഷപ്രിയയുടെ ക്ലിനിക്കിന്റെ അടുത്ത് ഒരു ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന മഹദിയുടെ ഭാര്യയുടെ പ്രസവം നിമിഷ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ആയിരുന്നു നടന്നത്.
അങ്ങനെയാണ് അവർ സൗഹൃദത്തിൽ ആകുന്നത്. ആ സൗഹൃദം പിന്നീട് കൂടുതൽ വളരുകയും 2015 തന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിന് നിമിഷപ്രിയ നാട്ടിലേക്ക് വരുമ്പോൾ അവധി ആഘോഷത്തിനായി മഹദിയും കേരളത്തിലേക്ക് അവളുടെ കൂടെ പോന്നിരുന്നു. നാട്ടിലെത്തിയ നിമിഷപ്രിയ ഹസ്ബൻഡിന്റെ സഹായത്തോടെ സുഹൃത്തുക്കളുടെയും കുടുംബങ്ങളുടെയും കയ്യിൽ നിന്നുമെല്ലാം പണം കടം വാങ്ങി 50 ലക്ഷം രൂപ സമാഹരിച്ചു. അതിനുശേഷം വീണ്ടും മഹദിയുമായി തിരിച്ച് ക്ലിനിക്ക് തുടങ്ങുന്നതിന് യമനിലേക്ക് യാത്രയായി. സമാന്തരമായി തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും കൂടി അങ്ങോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പേപ്പർ വർക്കും അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 2015 മാർച്ചിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഇരുവർക്കും അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. 2 മാസങ്ങളിലായി 4600ഓളം ഇന്ത്യൻ പൗരന്മാരും 1000ഓളം വിദേശ പൗരന്മാരും യമൻ വിട്ടുപോയി. യമൻ വിട്ടുപോരാതെ അവിടെ പിടിച്ചുനിന്ന ചുരുക്കം ചില പ്രവാസികളിൽ ഒരാളായിരുന്നു നിമിഷപ്രിയ. ക്ലിനിക്ക് തുടങ്ങുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ വിട്ടുപോരാൻ കഴിയാത്തതിനാൽ ആയിരുന്നു അവർ യമൻ വിട്ട് തിരിച്ചു വരാൻ തയ്യാറാവാഞ്ഞത്. 14 ബെഡുകളുള്ള അൽ അമാൻ മെഡിക്കൽ ക്ലിനിക് എന്ന് പേരിട്ട ആ ക്ലിനിക്കിൽ പുതിയ ചെയറുകളും ടിവിയും ലാബ് എക്യുപ്മെന്റും ഒക്കെ നിമിഷപ്രിയ വാങ്ങി തയ്യാറാക്കി വെച്ചിരുന്നു. മെഹദി നാട്ടിലെത്തിയപ്പോൾ നിമിഷപ്രിയയുടെ ഒരു വെഡ്ഡിംഗ് ഫോട്ടോ മോഷ്ടിക്കുകയും അത് എഡിറ്റ് ചെയ്ത് അവളെ വിവാഹം കഴിച്ചു എന്ന് പിന്നീട് അവകാശപ്പെടുകയും ചെയ്തു അത്രേ. അവളെ ലൈംഗികമായി അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയും ക്ലിനിക്കിൽ വരുന്ന എല്ലാ കളക്ഷനും അയാൾ തന്റെ കീശയിൽ ആക്കുകയും ചെയ്തു. തന്റെ സമ്പാദ്യം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും പടുത്തുയർത്തിയ എല്ലാ വരുമാനവും അയാളുടെ പോക്കറ്റിലേക്ക് പോകുന്നത് നിമിഷപ്രിയ ചോദ്യം ചെയ്തു. അപ്പോഴെല്ലാം അയാൾ തന്നെ തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് നിമിഷപ്രിയ പോലീസിനോട് പറഞ്ഞത്. ഇതിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസ് അയാളെ 6 ദിവസം ലോക്കപ്പിൽ വെച്ച് വിട്ടയച്ചു. പക്ഷേ മറ്റൊരു ആക്ഷനും പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നീട് ഉണ്ടായില്ല. മലയാളിയായ നഴ്സ് തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തി വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു എന്ന വാർത്ത വീട്ടിലുള്ളവർ ടിവിയിലൂടെയാണ് അറിയുന്നത്. നിമിഷപ്രിയയെ ഫോണിൽ വിളിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞത്, ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്കും മകൾക്കും വേണ്ടിയായിരുന്നു എന്നായിരുന്നുവെന്നും അവൾക്ക് വേണമെങ്കിൽ മഹദിയോടൊപ്പം സുഖമായി ജീവിക്കാമായിരുന്നുവെന്നും പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും നിമിഷയുടെ അമ്മയും ഭർത്താവും ഒരേ സ്വരത്തിൽ പറയുന്നു. നിമിഷപ്രിയയ്ക്ക് മെഹദിയെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ലെന്നും മെഹദിയുടെ കയ്യിലുള്ള അവളുടെ പാസ്പോർട്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അയാളെ മയക്കിക്കിടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഓവർഡോസായി അയാൾ മരിച്ചു പോവുകയായിരുന്നു എന്നുമാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ KR സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. കീഴ്ക്കോടതിയുടെ വിധി മേൽക്കോടതി ശരിവെക്കുകയും നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളുകയും ചെയ്തതോടുകൂടി നിമിഷപ്രിയയുടെ മുന്നിലുള്ള ഏക വഴി മെഹദിയുടെ കുടുംബക്കാരിൽ നിന്നുള്ള മാപ്പ് മാത്രമായി. അതിനുവേണ്ടിയുള്ള ബ്ലഡ് മണി അവർ സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്നും ഇനി രക്ഷയുള്ളൂ. ഇനി പോലീസും കോടതിയും കണ്ടെത്തിയത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ബെക്സ് കൃഷ്ണന്റെ കേസിലും റഹീമിന്റെ കേസിലും ഉള്ളതുപോലെയുള്ള ഒരു കഥയല്ല നിമിഷപ്രിയയ്ക്ക് ഉള്ളത്. നേരത്തെ പറഞ്ഞത് പ്രകാരവും പോലീസിന്റെ കണ്ടെത്തലും അനുസരിച്ച് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ ഒരു ലോക്കൽ പാർട്ണറെ തേടി നടന്ന നിമിഷപ്രിയ തലാൽ മഹദിയുമായി സൗഹൃദത്തിലാകുന്നു. സഹായിക്കാമെന്ന് തലാൽ വാഗ്ദാനം നൽകുന്നു. ആ സൗഹൃദം കൂടുതൽ വളരുന്നു. കൂടെ നിർത്തേണ്ടത് തന്റെ ആവശ്യകത ആയതിനാൽ ലൈംഗികപരമായ അയാളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിമിഷപ്രിയ സമ്മതം മൂളുന്നു. തന്റെ വലയിലായ നിമിഷപ്രിയയെ തലാൽ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒരു കീപ്പായി വെക്കാൻ ശ്രമിക്കുകയും പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തു എന്നാണല്ലോ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞത്. ഈ കാരണങ്ങളാണ് മെഹദിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുമാണ് നിമിഷയുടെ വാദവും. ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്ന നിമിഷപ്രിയ മറ്റൊരു യമനിയൻ പൗരന്റെ ഉപദേശം അനുസരിച്ച് താൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിലെ മറ്റൊരു യമൻ യുവതിയായ ഹനാന്റെ സഹായത്തോടെ മെഹദിയെ അമിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മെഹദിയുടെ കയ്യിലുള്ള പാസ്പോർട്ട് തിരികെ എടുക്കുന്നതിന് വേണ്ടി മയക്കിക്കെടുത്തുന്നതിന് നൽകിയ ഡോസ് ഓവറായി പോവുകയും അങ്ങനെ തലാൽ മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. പക്ഷേ അതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നിമിഷപ്രിയയിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനലിനെ ശരിക്കും വരച്ചു കാട്ടുന്നുണ്ട്. മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ തലാലിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിക്കുകയും പ്ലാസ്റ്റിക് കവറിൽ ആക്കി താമസിക്കുന്ന സ്ഥലത്തിന്റെ മുകളിലെ സംഭരണിയിൽ നിക്ഷേപിക്കുകയുമായിരുന്നു. ഇതിനുശേഷം അവിടെ നിന്നും മുങ്ങിയ പ്രിയ 200 കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലി തേടുന്നു. ഇതിനെ എങ്ങനെയാണ്, ഏത് മനുഷ്യാവകാശത്തിന്റെ വകുപ്പിലൂടെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? കാണാതായ തലാലിനായി അയാളുടെ കുടുംബം അന്വേഷണം തുടങ്ങുകയും അയാളുടെ ചിത്രം അടക്കം പത്രത്തിൽ പരസ്യം കൊടുക്കുകയും ചെയ്തു. എന്തൊക്കെ പീഡനം എങ്ങനെയൊക്കെ സംഭവിച്ചാലും നിമിഷപ്രിയയ്ക്ക് ഒരു വ്യക്തിയെ കൊല്ലാനുള്ള അധികാരം ഒരിക്കലും ഇല്ല. അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ പരാതിപ്പെടുകയോ ലീഗലി മുന്നോട്ടു പോവുകയോ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്.
പക്ക ക്രിമിനലുകൾ ചെയ്യുന്നത് പോലെ അയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും മുങ്ങിയ നിമിഷപ്രിയ യമനിൽ എന്നല്ല ഒരു രാജ്യത്തെ നിയമവകുപ്പുകളിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിമിഷപ്രിയയെ ഈ ഒരു കാര്യത്തിന് സഹായിച്ച യമൻ പൗരിയായ ഹനാനെയും ജീവപര്യന്തം തടവിനാണ് കോടതി ശിക്ഷിച്ചത് എന്ന കാര്യം മറക്കരുത്. കൂടുതൽ പണം മോഹിച്ച നിമിഷ മഹദിക്കൊപ്പം അനാവശ്യ സൗഹൃദം കൂടിയാണ് ക്ലിനിക്ക് തുടങ്ങാൻ സഹായം തേടിയെന്ന് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുന്ന രാജ്യമാണ് യമനടക്കമുള്ള അറബ് രാജ്യങ്ങൾ. മറ്റ് ഒരു രാജ്യങ്ങളും ഇല്ലാത്ത സുരക്ഷ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പോലും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതിപ്പെടാനോ നിയമപരമായി മുന്നോട്ടു പോകാനോ അവർ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവർ പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ പരാതിപ്പെടാഞ്ഞത് എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം ലളിതമായി ലഭിക്കും. നിമിഷപ്രിയയുടെ സമ്മതപ്രകാരമുള്ള ഉഭയകക്ഷി ലൈംഗിക ബന്ധമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് സാരം. പിന്നീട് ആ ബന്ധം തനിക്കൊരു ഭാരമായി മാറിയപ്പോൾ അയാളെ ആസൂത്രിതമായി മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് കവറിൽ ആക്കി താൻ താമസിക്കുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ നിക്ഷേപിച്ചത് ആസൂത്രിതമല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പെട്ടെന്ന് ഒരാളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനും പ്രതിരോധിക്കാനും ശ്രമിക്കുമ്പോൾ ആൾ മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനെ അബദ്ധത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു അപകട മരണം എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തലാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സംഭവിച്ച ഒരു അബദ്ധത്തിലുള്ള കൊലപാതകമായി കോടതി അതിനെ കണക്കാക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ സ്വന്തം കാമുകനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് അയാളെ വെട്ടിനുറുക്കി കാറിന്റെ ഡിക്കിയിൽ വെച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച ഡോക്ടർ ഓമനയുടെ കൊലപാതകത്തിന്റെ കഥയുമായി എന്ത് വ്യത്യാസമാണ് ഇതിൽ ഉള്ളത്? നിമിഷപ്രിയയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ നിയമപ്രകാരം തലാൽ നിമിഷപ്രിയയെ വിവാഹം കഴിച്ചിരുന്നു. ഇതേക്കുറിച്ച് കോടതി തിരക്കിയപ്പോൾ ക്ലിനിക്കിനുള്ള ലൈസൻസ് നേടുന്നതിന് ഉണ്ടാക്കിയ താൽക്കാലിക രേഖയാണെന്നാണ് നിമിഷപ്രിയ പറഞ്ഞത്. അതായത് നിയമത്തെ കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ്. നാട്ടിൽ ഭർത്താവും കുഞ്ഞുമുള്ള നിമിഷപ്രിയ എങ്ങനെ മറ്റൊരാളുടെ ഭാര്യയായി? പണത്തോടുള്ള ആർത്തിയോ ലൈംഗിക സുഖമോ എന്തോ നാട്ടിലുള്ള അമ്മയെയും ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ മറന്ന് ഒരു ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്ന് സാരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിലും പ്രസിഡന്റിന് ദയാഹർജി നൽകുവാനുള്ള അവസരമുണ്ട്. അതുപോലെ താൻ ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരമായി തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്കും അവരെ സഹായിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഒന്നോർക്കുക, ഇത്തരത്തിലുള്ള സഹായം നാളെ ക്രിമിനലുകളെ വളർത്താനുള്ള സാഹചര്യത്തിന് ഇടയാക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.